4 month ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഫസ്റ്റ് 20 ഡേയ്സിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ജോലിക്ക് നോക്കാനോ ഫ്രീലാൻസിങ് നോക്കാനോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്കില്ലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഈ 20 ദിവസം കഴിഞ്ഞിട്ട് ഇനി എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയ്ഡ് ആഡ്സ് ആണ്. ഗൂഗിളിൽ വരുന്ന പെയ്ഡ് ആഡ്സ്. ഈ പെയ്ഡ് ആഡ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ സെർച്ച് ആഡ്, ഡിസ്പ്ലേ, യൂട്യൂബിൽ വരുന്ന സ്കിപ്പ് ആഡ് ആൻഡ് സ്കിപ്പബിൾ ആഡ്സ്, അതേപോലെ തന്നെ ഷോപ്പിംഗ് ആഡ്സ്, ആപ്പ് ഇൻസ്റ്റാളേഷൻ ആഡ്സ്, ഇത് കവർ ചെയ്തതിന് ശേഷം ഇതിൽ എങ്ങനെ ഇപ്പോൾ നമുക്ക് ക്യാമ്പയിൻ ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ പോരാ, അതിന് നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതിയാവും. ഇതിലെങ്ങനെ പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒബ്ജക്റ്റീവ് എന്താണോ അത് നടപ്പിലാക്കണം നമ്മൾ, അല്ലേ? അപ്പോൾ അവിടെ റീമാർക്കറ്റിങ്ങിൻ്റെ കേസ് വരുന്നുണ്ട്, കൺവേർഷൻ ട്രാക്കിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം, അല്ലേ? ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, സെയിം കോമ്പറ്റീറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ മേലെ നമ്മൾ നിൽക്കുക, നമുക്ക് എങ്ങനെയാണ് കൺവേർഷൻസ് കൂടുതൽ കൊണ്ടുവരിക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതേപോലെ തന്നെ മെയിനായിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് ലെവൽ ചെയ്യുന്ന സമയത്ത് ROAS, അല്ലേ? നമ്മളെ ക്ലയൻറ്റിന് അവർ ആഡ് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ട് റിട്ടേൺ കിട്ടണം, അല്ലേ? ഒരു 300 to 400% ഒക്കെ കിട്ടണം, അല്ലേ? അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എന്തൊക്കെ മെട്രിക്സ് ആണ് നോക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സിൽ കവർ ചെയ്യുന്നത്.